ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വിശേഷം പറയാനാണ് വന്നിരിക്കുന്നത്. എന്താ വെച്ചാൽ നമ്മളൊരു അച്ചാറിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ചെറിയ തോതിലാണ് ആദ്യം തുടങ്ങുന്നത്. ഇപ്പോൾ ചേട്ടൻ്റെ ഓഫീസിലുള്ളവരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചു വെറും 4 കിലോ നാരങ്ങ മാത്രം. അപ്പോൾ പിള്ളേരുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് വെറൈറ്റി അച്ചാർ ഉണ്ടാക്കണമെന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വെറൈറ്റി തുടങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നാരങ്ങയമ്മയാണ് തുടങ്ങിയേക്കുന്നത്. ലെമൺ പിക്കിൾ കേട്ടോ. അപ്പം ഇനി എന്തച്ചാർ വേണമെങ്കിലും കൂട്ടുകാർ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഉണ്ടാക്കി തരാം. മാങ്ങയൊക്കെ ആകുമ്പോൾ നമുക്ക് 15 ദിവസം വെച്ചാലും മതി. നാരങ്ങ ആകുമ്പോൾ എപ്പോഴും 1 മാസത്തോളം നമുക്ക് വെച്ചാലാണ് അത് നല്ല രീതിയിൽ നല്ല ടേസ്റ്റുള്ള അച്ചാറായിട്ട് മാറുക. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന അച്ചാറിനേക്കാളും ഒരു പടി മുന്നിൽ എന്തായാലും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന അച്ചാറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മാർക്കറ്റിലെ അച്ചാർ നമ്മൾ വാങ്ങിക്കുന്ന അച്ചാർ ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. ഞാനങ്ങനെ കഴിക്കാറില്ല. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഓഫീസിൽ ഉച്ചയ്ക്കൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ കഴിക്കും. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അല്ലാണ്ട് ഞാൻ വീട്ടിലൊന്നും വാങ്ങിച്ചാൽ തീരെ കഴിക്കില്ല. എനിക്കിഷ്ടമില്ല. ആ ഒരു ആസിഡിൻ്റെ വല്ലാത്തൊരു കുത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് അച്ചാറിൻ്റെ പേര് അടുക്കള അച്ചാർ എന്നാണ് എൻ്റെ മനസ്സിൽ, അല്ല കിച്ചൺ പിക്കിൾസ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ശ്രീകുട്ടൻ്റെ ആയത്തിനും അടുക്കള അച്ചാറുകൾ മതി എന്ന് പറയണേ. അതങ്ങോട്ട് ഫിക്സ് ചെയ്യണുള്ളൂ. അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആകുമ്പോഴേക്കും അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ഈ അച്ചാർ ഇടണമെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു കാര്യത്തിനായിട്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഹെൽപ്പ് ചെയ്യണം. അച്ചാർ വാങ്ങിച്ചിട്ട് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കുറേയൊന്നും വാങ്ങിക്കേണ്ട, കുറച്ചൊക്കെ ഒന്ന് വാങ്ങിച്ച് നമുക്ക് അയച്ചു തരാൻ പറ്റില്ലോ. ഇപ്പോൾ കൊറിയർ സർവീസ്, DTDC അങ്ങനെ കൊറിയർ സർവീസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം കേട്ടോ. അപ്പം ഞാൻ വെളുത്തുള്ളി നന്നായിട്ട് ഈ നാരങ്ങ അച്ചാറിൽ ചേർക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അമ്മ ഉണ്ടാക്കിയ അച്ചാറിൻ്റെ ഒരു രീതിയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അമ്മ കുറച്ച് ചാറൊക്കെ ആക്കാറുണ്ട്. ഇത് ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് നമ്മുടെ പൊതിയച്ചാറിൻ്റെയൊക്കെ ഒരു സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതുപോലെയല്ല, നമ്മുടെ ഹോം മെയ്ഡ് അച്ചാർ തന്നെ. അപ്പോൾ നന്നായിട്ട് വെളുത്തുള്ളി തോല് പൊളിച്ച്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുന്നുണ്ട്, വെളുത്തുള്ളി നന്നായിട്ട് ചേർക്കുന്നുണ്ട്. ഇഞ്ചി പീസുകളായിട്ട് ഇടുന്നില്ല. എന്ന് വെച്ചാൽ ഇഞ്ചി കടിക്കുന്നത് എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അപ്പോൾ അമ്മയും കുറച്ച് സഹായിച്ചു. അപ്പോൾ അങ്ങനെ ഇനി ചെറുനാരങ്ങ 4 കിലോ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നന്നായിട്ടൊന്ന് കഴുകി വെള്ളം തുടച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കി കൊടുക്കണത്, തൂക്കം പിടിക്കുന്നതും പാക്കറ്റിലാക്കണതും ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി കേട്ടോ. അത് ഇനി അടുത്ത പ്രാവശ്യമൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ ചെയ്യാം. ഇപ്രാവശ്യത്തെ അച്ചാർ എല്ലാതും തീർന്നു. എന്താ പറയുക, നമ്മുടെ യൂട്യൂബിലത്തെ ആകെ ഒരാൾക്ക് മാത്രമാണ് യൂട്യൂബിൽ നിന്ന് ഓർഡർ ചെയ്തതിൽ കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. ഇനി ഈ വരുന്ന സൺഡേയിൽ ഞാൻ കൂടുതൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും തരാം. അപ്പം ഞാൻ പറയണ മാതിരി എന്നെ സഹായിച്ചോളൂ കേട്ടോ, ഹെൽപ്പ് ചെയ്യാം. എന്താ പറയുക, കുറേ നാളത്തെ ആഗ്രഹം, നമുക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ഒരാഗ്രഹമല്ലേ. അപ്പം നമ്മളുടെ കയ്യിലുള്ള കഴിവനുസരിച്ചാണല്ലോ നമുക്കത് ചെയ്യാൻ പറ്റുക എപ്പോഴും. അപ്പം അങ്ങനെ നാരങ്ങ നന്നായിട്ട് കഴുകി ഒരു 5-6 പ്രാവശ്യമൊക്കെ, 4 പ്രാവശ്യം ഇങ്ങനെ മിനിമം കഴുകി ഇങ്ങോട്ട് തുടച്ചെടുക്കുക. നമ്മുടെ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, ടിഷ്യൂ പേപ്പർ കൊണ്ടൊക്കെ തുടയ്ക്കണേറ്റവും നല്ലത്. നല്ലൊരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വൈറ്റ് തോർത്ത് വെച്ചിട്ടോ ഒക്കെ തുടയ്ക്കുന്നതാവും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നി. ടിഷ്യൂ ആകുമ്പോൾ പെട്ടെന്ന് അത് കളയേണ്ടി വരും. അപ്പോൾ നല്ല മഴക്കാരുള്ളൊരു ദിവസം കൂടി ആയിരുന്നു കേട്ടോ. ഇത് ഗ്യാസമ്മ ചെയ്യാൻ പറ്റണ ഒരു കാര്യമില്ല. ഗ്യാസിൻ്റെ ബർണർ വാങ്ങിക്കണം. ചേട്ടൻ എനിക്ക് തീ കത്തിച്ച് തരികയാണ് കേട്ടോ. അപ്പോഴേക്കും ഞാനിത് ഒക്കെ തുടച്ചെടുത്ത് പിന്നെ ഇനി നമുക്കത് നന്നായിട്ട് മുറിച്ചൊക്കെ എടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ എല്ലാ പ്രാവശ്യത്തെ അച്ചാർ ഇടുന്നതൊന്നും ഞാൻ കാണിക്കില്ല. ഇനി വേറെ അച്ചാറുകൾ ഇടുന്നത് കാണിക്കാം. അപ്പോൾ ഇത് ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. ബൾക്കായിട്ട് ചെയ്യേണ്ടതൊന്നും കാണിച്ചു, ബൾക്കെന്നൊന്നും പറയാനില്ല. 4 കിലോ എന്നുള്ളത് പെട്ടെന്ന് തീർന്നു പോയി കേട്ടോ. ശരിക്കും പറയാൻ വെച്ചാൽ വീട്ടിൽ തന്നെ ഒരു ഇത്തിരി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഓഫീസിലേക്കൊന്നും കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഒന്ന് പോകുന്ന വരെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ വഴറ്റി ഉണ്ടാക്കുന്ന അച്ചാറാകുമ്പോൾ നമുക്ക് കുറേ നാൾ കേടുകൂടാതിരിക്കും. പ്രിസർവേറ്റീവ്സ് ഒന്നും ഞാൻ ചേർക്കണില്ല. കുറച്ച് മാത്രം വിനാഗിരി മാത്രമേ ചേർത്തുള്ളൂ. അതൊരു പുളിക്ക് വേണ്ടി മാത്രമാണ് ചേർത്തത്, അല്ലാണ്ട് കേടാവാതിരിക്കാനല്ല. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാത്തത് കൊണ്ടും എണ്ണയിൽ വാട്ടി ഉണ്ടാക്കുന്നത് കൊണ്ടും തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർക്കാണ്ട് തന്നെ മിനിമം 6 മാസം പുറത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ 6 മാസം ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ 1 വർഷം വരെ ഇത് കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റും നമുക്ക്. പിന്നെ നമ്മൾ സൂക്ഷിക്കണ പോലെ ഇരിക്കും കേട്ടോ. ടീസ്പൂൺ നനഞ്ഞതും അങ്ങനെ വൃത്തിയില്ലാണ്ടൊക്കെ എടുക്കുകയാണെങ്കിൽ പൂപ്പൽ വരും, അത് വേറെ കാര്യം. നമ്മൾ സൂക്ഷിക്കണ പോലെ ഇരിക്കും. അപ്പോൾ പുറത്ത് വെച്ചാൽ ഇത് 6 മാസം വരെ ഒരു കേടും കൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വഴറ്റിയെടുത്തു. പിന്നെ ഞാനിത് നല്ല വെള്ള തുണി വെച്ചിട്ട്
തുടച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ പുറത്ത് അത് പൊട്ടിത്തെറിച്ച് അതിങ്ങനെ എണ്ണയിൽ കിടന്ന് വഴലല്ലേ, അപ്പോൾ അതിങ്ങനെ ഉണ്ടാവും, അഴുക്കൊക്കെ ഉണ്ടാവും. അത് തുടച്ചെന്തായാലും കളയണം. ഇതും ഈ പറഞ്ഞ മാതിരി ടിഷ്യൂ കൊണ്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഞാൻ ആ ചൂടോടുകൂടി തന്നെയാണ് ടച്ച് ചെയ്യുന്നത്. ചൂടാറി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മുട്ടി പിടിച്ച് ഇത്തിരി ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് തോന്നി. അത് കാരണം ഞാൻ ആ ചൂടോടുകൂടി തന്നെ തുടച്ചു. ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ അതാ വെളുത്തുള്ളി നന്നായിട്ട് കുറച്ചധികം തന്നെ വെളുത്തുള്ളി തോലൊക്കെ കളഞ്ഞ് പകുതിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നാരങ്ങ മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ 4ആയിട്ടാണ് മുറിച്ചത്. കുരു മുറിയാണ്ട് നോക്കുമ്പോഴാണ് നമുക്ക് കയ്പ്പ് ഇല്ലാണ്ടിരിക്കുക. പരമാവധി ശ്രദ്ധിച്ചിരുന്നു. പിന്നെ നാരങ്ങയുടെ ചെറിയൊരു കയ്പ്പൊക്കെ അതൊരു ടേസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അച്ചാറൊക്കെ എന്ന് പറയുന്നത് ഒരു വെറുതെ ഉപ്പിലിട്ട് വെച്ചിട്ടാണ്. ഉപ്പിലിടാന്നല്ല, അതിൽ നന്നായിട്ട് മറ്റുള്ള സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ടാവും. പിന്നെ അത് കയ്പ്പ് മാറാൻ ഓരോന്നൊക്കെ ചേർക്കാം കേട്ടോ. നമുക്ക് അതൊക്കെ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ നമ്മൾ ഏറ്റവും നന്നായിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക അതുപോലെ ചെയ്യണമെന്ന് മാത്രം. എല്ലാം അങ്ങനെ അരിഞ്ഞെടുത്തു. പിന്നെ പച്ചമുളകാണ് ഞാൻ കൂടുതൽ എരിവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, കളറും വേണമല്ലോ. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചെടുക്കുന്നത്, അതുപോലെ കടുക്. അപ്പോൾ ഉലുവേരെ ഇരട്ടിയാണ് കടുക് എടുക്കേണ്ടത്. അതുപോലെ തന്നെ കറിവേപ്പിലയും, നല്ല ഫ്രഷ് കറിവേപ്പിലയും വറുത്ത് ഇതിൻ്റെ ഒപ്പം തന്നെ പൊടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമുക്കിതിന് നാരങ്ങ റെഡിക്ക്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് എടുത്തു, വെളുത്തുള്ളിയും സെപ്പറേറ്റ് ആയിട്ട് എടുത്തു, പച്ചമുളക് അരിഞ്ഞത്, പിന്നെ എണ്ണ, മുളക് പൊടി, പിന്നെ ഈ 3 ഉലുവയും കടുകും നമ്മുടെ കറിവേപ്പിലയും കൂടി വറുത്ത് പൊടിച്ച പൊടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് എണ്ണയാണ് ആദ്യം ഒഴിച്ചേക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ട് നന്നായിട്ട് മൊരിക്കണം. എന്താണെന്ന് വെച്ചാൽ അത് മൊരിഞ്ഞില്ലെങ്കിൽ കേടുവരാനുള്ള ചാൻസ് കൂടുതൽ. അതേപോലെ ഈ പച്ചമുളകിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അതിനൊരു വൈറ്റ് കളർ വരില്ലേ, അതാണ്. പിന്നെ അതിൻ്റെ ഒരു പകുതി മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു, വെളുത്തുള്ളിയും മൂപ്പിച്ചെടുത്തു. അപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ലാഭം അല്ല കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ച നല്ല പ്രോഡക്റ്റ് നന്നായിട്ട് ചെയ്ത് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് വഴറ്റിയെടുത്തു. എന്തായാലും ഗ്യാസിൻ്റെ ബർണർ വലുത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ല. ഇതിപ്പോൾ തീ കത്തിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞ് കാശ്മീരി മുളക് പൊടി ഇട്ടു. എരിവിന് ശരിക്കും പച്ചമുളകാണ് പ്രവർത്തിച്ചത്. കാശ്മീരി മുളക് പൊടിക്ക് വലിയ എരിവൊന്നും ഉണ്ടായിരുന്നില്ല. അത് കളറിന് വേണ്ടി തന്നെയാണ് ഉണ്ടായത് കേട്ടോ. കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു. എണ്ണ അത്യാവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വിനാഗിരി ഞാൻ കുറച്ച് മാത്രം, ഈ 4 കിലോയിലേക്ക് ഏകദേശം ഒരു ഗ്ലാസ്സൊക്കെ ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ. അത്ര ഒഴിച്ചില്ലെങ്കിൽ പിന്നെ പുളിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിള്ളേരുടെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ കുറച്ചെങ്കിലും ഒഴിക്കണം, എന്നാലേ ടേസ്റ്റ് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറേ അഭിപ്രായങ്ങൾ പിള്ളേരുടെ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഐഡിയ ഒക്കെ ഉണ്ടെങ്കിലും കുറച്ച് പേടി, ഇത് ചെയ്യണോ ചെയ്യണ്ടേ, ചെയ്താൽ ശരിയാവോ, എന്നെ കൊണ്ടാവോ എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു ടെൻഷനും ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രീകുട്ടനാണ് ഈ ഒരു ഐഡിയ തുടക്കമിട്ടത്. പിന്നെ അവർ രണ്ടാളും ഒപ്പത്തിനൊപ്പം നിന്നു, ചേട്ടനും ഒപ്പം നിന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റിയത്. ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വലുതായിട്ട് തന്നെ നടത്തണം എന്നാണ് എനിക്ക് ആഗ്രഹം. കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ അത് സാധിക്കുള്ളൂ. അപ്പോൾ അതാ ഉലുവയും കടുകും കറിവേപ്പിലയും കൂടി പൊടിച്ചത് മിക്സ് ചെയ്തു കേട്ടോ. ഇപ്രാവശ്യം ഞാനതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ല. ഞാനത് അത്ര നോട്ട് ചെയ്തില്ല എന്ന് പറയുന്നതാവും സത്യം. അവസാനം കായപ്പൊടിയും കൂടിയും ചേർത്തു കേട്ടോ. കായം നമ്മുടെ കട്ടക്കായ ഉണ്ടല്ലോ, അതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി മതിയാവും, നല്ല സ്മെല്ല് കിട്ടും, നല്ല മണം കിട്ടും. അപ്പോൾ ഇന്ന് എനിക്ക് പറ്റാഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്ത്. ഇത് 1 മാസമാണ് ഞാൻ ഭരണിയിൽ സൂക്ഷിച്ചത്. പിന്നെ ഇത് 250-ൻ്റെയും 1/2 കിലോൻ്റെയും ടിന്നുകൾ പുറത്തുനിന്ന് വാങ്ങിച്ച് അതിലാണ് തൂക്കം പിടിച്ചിങ്ങാട്ട് കൊടുത്തത്. ഇപ്പം ഞാൻ കൊടുത്തത് 250-ന് 50 രൂപയും 1/2 കിലോന് 100 രൂപയായിട്ടാണ് കൊടുത്തത് കേട്ടോ. ഇതിന്ന് വില കൂട്ടേണ്ടി വരുമോ, കുറയ്ക്കാൻ എന്തായാലും പറ്റില്ല. എനിക്ക് ചിലവായ കണക്കനുസരിച്ച് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു റേറ്റ് ഇട്ടിരിക്കുന്നത്. MRP കുറച്ച് കൂടുതൽ ഒക്കെ ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ഇനി വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പം ഇത് ഒക്കെ വിറ്റ് കഴിഞ്ഞു, അപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റിയത്. ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് കൂട്ടുകാരോട് ഓർഡർ ചോദിക്കണം എന്നാണ് വിചാരിച്ചത്. അതെനിക്ക് സാധിച്ചില്ല, അപ്പോഴേക്കും വിറ്റ് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഈ സൺഡേയിൽ ഇത്തിരി കൂടുതൽ ഇടുന്നുണ്ട്. അപ്പോൾ കൃത്യം 1 മാസം കഴിയുമ്പോൾ കൂട്ടുകാരെ എനിക്ക് ഓർഡറൊക്കെ തന്ന് ഹെൽപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പം ഞാൻ എന്തായാലും വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ഇടുന്നുണ്ട്. റെഡിയായി കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റുള്ള അച്ചാറായിരുന്നു. കൊടുത്തവരും നല്ല അഭിപ്രായമായിരുന്നു. ഇതിൻ്റെ ഒപ്പം പുളിഞ്ചിയും കൂടി ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളന്ന് പുളിഞ്ചി കൂടുതലുണ്ടാക്കിയല്ലോ, അതും സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പുളിഞ്ചിയും ഏകദേശം ഈ ഒരു റേറ്റ് തന്നെയായിട്ടത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച രാവിലെ വരാം. ഓക്കെ.